സംസ്ഥാനത്തു നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം പുറപ്പെട്ടു. ഉച്ചയ്ക്ക് 2:10 വിമാനം നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ടത്. 430 പേരാണ് ആദ്യ സംഘത്തിലുള്ളത്. മുഹമ്മദ് റഫീഖ് വിശദാംശങ്ങൾ നൽകും. റഫീഖ്, സംസ്ഥാനത്തുള്ള ആദ്യ ഹജ്ജാജിമാരുടെ സംഘം പുറപ്പെട്ടിരിക്കുന്നു. ഇവർ എപ്പോഴായിരിക്കും സൗദിയിൽ എത്തിച്ചേരുക? എത്ര വലിയ യാത്രയപ്പാണ് അവിടെ നെടുമ്പാശ്ശേരിയിൽ ഒരുക്കിയിരുന്നത്? വിശദാംശങ്ങളുണ്ട്. സൈഫു, ഇന്ന് ഉച്ചയ്ക്ക് 2:10 കൊച്ചിയിൽ നിന്ന് ഫ്ലൈനാസ് എയറിന്റെ വിമാനം 430 ഹാജിമാരുമായി സൗദിയിലേക്ക് പുറപ്പെട്ടത്. ഇത് ഇന്ത്യൻ സമയം 7:30 സൗദിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണ ആദ്യ ഹജ്ജ് വിമാനങ്ങൾക്ക് യാത്രയയപ്പ് നൽകാൻ സംസ്ഥാന മന്ത്രിമാരും മറ്റു പ്രമുഖരും എത്താറുണ്ട്. എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ അത്തരത്തിൽ വലിയ പരിപാടികൾ ഉണ്ടായിരുന്നില്ല. ഹജ്ജ് കമ്മിറ്റി ചെയർമാന്റെയും മറ്റ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ തന്നെയാണ് ആദ്യമായി യാത്രയയപ്പ് നൽകിയത്. ആദ്യ ഹജ്ജ് വിമാനത്തിന് യാത്രയയപ്പ് നൽകിയത്. ഇന്നലെ നെടുമ്പാശ്ശേരിയിൽ 1200 പേർക്ക് സൗകര്യമുള്ള ഹജ്ജ് ക്യാമ്പ് ആരംഭിച്ചിരുന്നു. ഈ ഹജ്ജ് ക്യാമ്പിൽ ഇന്നലെ എത്തിയ ഹാജിമാരാണ് ഇന്ന് യാത്ര തിരിച്ചത്. ഇനി 20 സർവീസുകൾ കൂടി അടുത്ത ദിവസങ്ങളിൽ കൊച്ചിയിൽ നിന്ന് നടക്കുന്നുണ്ട്. ഇതോടൊപ്പം ലക്ഷദ്വീപിൽ നിന്നുള്ള 107 ഹാജിമാരും കൊച്ചിയിൽ നിന്നാണ് പോകുന്നത്. ഇത്തവണ ഹജ്ജ് വിമാനത്തിന് യാത്രാ നിരക്കിൽ 10,000 രൂപ വർധനയുണ്ടായിരുന്നു. ഓരോ ഹാജിമാരിൽ നിന്നും 10,000 രൂപയോളം അധികം ഹജ്ജ് കമ്മിറ്റി ഈടാക്കേണ്ടി വരുന്നുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ചെലവ് വർദ്ധിച്ചതും വിമാന ഇന്ധനത്തിന്റെ വില കൂടിയതുമാണ് ഇത്തരത്തിൽ നിരക്ക് ഉയർത്താൻ കാരണം. സൈഫു. യെസ്.